ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തനും വൻപയറും കൊണ്ട് കുക്കറിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതിന് വേണ്ടത് മത്തനും വൻപയറുമാണ്. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ? എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. മത്തൻ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ വൻപയർ തലേന്ന് കുതിർത്ത് വെച്ചതാണ്, അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അരിഞ്ഞു വെച്ച മത്തനും കഴുകി വെച്ച വൻപയറും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും വീട്ടിലുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർക്കാനുള്ളൂ. നമുക്കെന്നാൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ചുകൂടി കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു 5 വിസിലടിയുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ചിരകിയ തേങ്ങയിലേക്ക് 2 ചെറിയുള്ളി ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുജീരകം ചേർക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് പകരാവുന്നതാണ്. അരപ്പ് ചേർത്ത ശേഷം ചെറുതീയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യകത നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറിയിൽ വറവിടാം. എല്ലാ കറിയിലും ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കറിയിലേക്ക് ഒഴിക്കാം. വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അടുത്ത കറിയുമായിട്ട് ഞാൻ വീണ്ടും വരും. സ്റ്റേ ട്യൂൺ.